ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ചൂണ്ടലും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പട്ടാമ്പിക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കാണാം. അപ്പോൾ ഞാനിന്ന് നാട്ടിൽ നിന്ന് ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ എന്നെ കാത്തിട്ട് അവിടെ രണ്ടാൾ വേറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാമന്തോൾ സ്റ്റാൻഡിൽ നിന്നുള്ള കടയിൽ നിന്ന് പെല്ലറ്റും മൈദയൊക്കെ വാങ്ങാൻ കയറിക്കാണ്. കോഴിത്തീറ്റ, അതുമാതിരി പെല്ലറ്റ്, മൈദ അതൊക്കെ വാങ്ങാൻ കയറിക്കാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെ പിന്നാലിട്ട് നമ്മൾ പോകുന്നത്. ഇവരിവിടെ ചൂണ്ടയിടലുണ്ട്. പട്ടാമ്പി ബീവറേജിൻ്റെ അടുത്താണിത്. അപ്പോൾ ഇതിൻ്റെ മാമന്മാരെ മക്കളാണ്. നമ്മൾ സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വലിയ കുണ്ടൊന്നുമില്ല, വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമാണ്. നല്ല ചേർമീനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുന്നില്ല, നമ്മൾ തീറ്റ കൊണ്ട് ഇവിടുന്ന് മാറുകയാണ്. അപ്പോൾ ഞാനിവിടെ പട്ടാമ്പി ഒരു കെട്ട് വന്നിട്ടുണ്ട്, റെയിൽവേൻ്റെ അടിയിൽ കൂടെ ഇതൊക്കെ വരിക. അപ്പോൾ ഇവിടെ ഫിഷിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് അടിയിലും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കുറച്ച് അടിയിലേക്ക് പോയിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇരിക്കാൻ പോണ്. ഇവിടെ നിന്ന് നേരെ നമ്മളെ പട്ടാമ്പി പാലൊക്കെ കാണുന്നുണ്ട്. നല്ല അത്യാവശ്യം ഒരു കുണ്ടുള്ള ഏരിയ ആണ് ഇത്. തീറ്റയൊക്കെ അറിയാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ മീൻ എടുക്കാൻ നോക്കാം. അപ്പോൾ പെല്ലറ്റും മൈദയൊക്കെ എടുത്ത് മിക്സ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ സെറ്റ് ചെയ്താൽ എറിയാൻ പോവാണ്. ഫസ്റ്റ് എയറാണ്. നമ്മളിതാ 3 ചൂണ്ടൽ വേറെ എറിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്റ്റിക്കും അതുപോലെ കുപ്പിയിലൊക്കെയുള്ള ചൂണ്ടൽ ഇവിടെ എറിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീനടിക്കാൻ നോക്കാം. അപ്പം നമ്മളെ മീനിൻ്റെ വെയിറ്റിങ്ങിൽ നമ്മൾ മൈദമ്മ ചെറിയ മീനിനെ പിടിക്കാൻ പോവാണ്. കുറച്ച് മൈദ ഇട്ടിട്ട് ചെറിയ പരലുകളെ പിടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പരലടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് പരൽ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്.
കുറേ നേരം തീറ്റിട്ട് എറിഞ്ഞ് നോക്കി കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ സ്ഥിരമായി എറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി നോക്കാണ്. വൈകുന്നേരം ആയപ്പോൾ കുറേ ആൾക്കാർ ഫിഷിങ്ങിന് എത്തിയിട്ടുണ്ട്. മുകളിലും താഴെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ നല്ല പായൽ കോർത്തിട്ടാണ് എറിയുന്നത്. നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താ നോക്കാം. ഇപ്പോൾ ഇവിടെ ഇപ്പുറത്ത് നിൽക്കുന്ന ചേട്ടന് ഒന്നടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളൊരു മീനാണ്. അപ്പോൾ അതിനങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സമയം ഞങ്ങൾ ഈ തീറ്റ പിന്നെ കിട്ടൂല. അങ്ങോട്ട് പട്ടക്കും പിന്നെ കിട്ടും. പിന്നെ ഓന്റെ കളി കളി പിന്നെ ഓന്റെ ഏരിയയിലെ കളി മടക്കിയ ചിക്കല്ലേ അടുക്കണില്ലാന്ന് ഞാൻ അടുപ്പിക്കണ്ട. ഞാൻ 10 കഴിഞ്ഞിട്ടുണ്ട്. ആ റെസ്റ്റ് എടുത്തുണ്ട്. അപ്പനെ കാര്യം കോയില് ഉറപ്പാന്ന് പറഞ്ഞ കാണണ്ട. ഓടും തിരിച്ചോടും. അത് മാത്രമല്ല അല്ല 3-8 എന്റെ കളി. നല്ല മതി. ഈ തിട്ടുകാരനാണ് പ്രശ്നം. ഈ തിട്ട് കാണുമ്പോ പേടിച്ച് മണ്ടാണേ. തിട്ടുമേലാണോ ഈ തിട്ടന്റെ പ്രശ്നം. ക്യാമറമാനെ എന്റെ ഏരിയോളാക്കി കിട്ടും. ഇല്ല എന്നാ ഇച്ചിരിക്ക് വയറിലാക്കാളോ. പിടിക്കണ്ട. ഇപ്പൊ പിടിക്കണ്ട. കൈമ കയറി പോലെ അപ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു ചക്കപ്പണന അടിച്ചിട്ടുള്ളത്. പായലിട്ടിട്ടാണ് ഇവരിത് പിടിക്കുന്നത് കേട്ടോ. എവിടെ പറഞ്ഞ ചൊക്ക പോയിന്നില്ല. അപ്പോൾ നമ്മളെ കൂട്ടുണ്ടായിരുന്ന ഒരു കടിച്ചാട്ടത് ചെറിയ പാരലിനും മണ്ണിരൊക്കെ കിട്ടിയ മീനാണിത്. വേറെ ഫിഷിങ് കഴിഞ്ഞ് ഇത് അങ്ങനെ പോവാൻ നിൽക്കണ്. പിന്നെ അപ്പോൾ ഇവിടെ കെട്ടിൻ്റെ അടിയിൽ ഒലിവിലേക്ക് കയറിയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്ന് പോയിട്ട് സെൻറ്ററിലേക്ക് കയറിയാണ്. നല്ല വളമടിച്ച് കയറുന്നുണ്ട്. വേറെ വളവിലത്തുള്ള ടീമാണ്.
കോഴിക്കോട്ടിൽ നല്ല വാള പിടിച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വേറെ ലെവലാണെന്ന്. തീപ്പൊരിയാണ് തീപ്പൊരി. അല്ലേ മറ്റേ പിന്നെ ആ ഒരു കൊണ്ടാണ് കൊടുന്നതാ. ചെക്കമീനുണ്ട് ചെക്കമീനുണ്ട്. ലാൻഡായോ? സിമ്പിളാണ്. ഇല്ല ഇല്ല ഇല്ല. എവിടെ എന്റെ ഫോൺ നടക്കുന്നത് അതുകൊണ്ട് വിളിച്ചാ കഴിഞ്ഞുകൊണ്ടൊന്നും നിന്റെ തെളിവാണ്. അപ്പൊ ഒന്നും കിട്ടില്ല. ഞങ്ങള് പുതിയ കളറാണേ. എന്തായാലും ഞങ്ങള് പുതിയ കളറാണേ. പഠിപ്പിക്കണേ എന്താ അവസ്ഥ? കഴിഞ്ഞു എന്നതാടാ ബ്രൈഡ് അല്ലേ? ബ്രൈഡ് അല്ലേ ഇതോ? ചെക്കന് ഒരേ പൊളിയാണ്, നല്ല പൊടിയാണ്. പക്ഷെ നമ്മളെ സ്റ്റിക്കൊക്കെ ഒടിഞ്ഞ് നമ്മൾക്ക് പറ്റിയില്ല. വിലങ്ങാൻ നല്ല പാറേക്കരം.
സൈസ് ഉണ്ടോ? അല്ലേ അപ്പോൾ കിട്ടിയ മീനോട് ചെക്കന്മാർ ഇതാ പോസിങ്ങിന് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഫോട്ടോ